മലപ്പുറം താനൂരിൽ നാടുവിട്ട് പെൺകുട്ടികൾ മുംബൈയിലേക്ക് പോയ സംഭവത്തിൽ തുടരന്വേഷണത്തിനായി പോലീസ്. അന്വേഷണ സംഘം വീണ്ടും മുംബൈയിലേക്ക് പോകും. കുട്ടികൾ സന്ദർശിച്ച മുംബൈയിലെ ബ്യൂട്ടി പാർലർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തും. മുംബൈയിൽ പ്രാദേശികമായി ആരെങ്കിലും കുട്ടികളെ സഹായിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കും. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, മലപ്പുറം താനൂരിൽ നാടുവിട്ട് പെൺകുട്ടികൾ മുംബൈയിലേക്ക് പോയ സംഭവത്തിൽ പോലീസ് തുടരന്വേഷണത്തിന് ഒരുങ്ങുകയാണ്. ഏതൊക്കെ രീതിയിലുള്ള തുടരന്വേഷണമാണ് ഇനി പോലീസ് ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ ബുധനാഴ്ചയാണ് മലപ്പുറം താനൂരിൽ 2 പെൺകുട്ടികളെ കാണാതായത്. അവർ നാട് വിടുകയായിരുന്നു. പിന്നീട് 2 ദിവസം കഴിഞ്ഞ് മുംബൈയിൽ നിന്നാണ് അവരെ കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസ് അതിന്റെ തുടരന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ പെൺകുട്ടികളെ കണ്ടെത്തി അതിനുശേഷം വീട്ടുകാർക്ക് കൈമാറി. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടികളെ സഹായിച്ച എടവണ്ണ സ്വദേശി അക്ബർ റഹീം എന്ന യുവാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വീണ്ടും ഇതിന്റെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട മുംബൈയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ഇന്നാണ് യാത്ര തിരിച്ചത്. ഇവർ ഈ 2 പെൺകുട്ടികളും മുംബൈയിലെ ഒരു ബ്യൂട്ടി പാർലറിലെ ഒരു സലൂണിൽ എത്തിയിരുന്നു. അവിടെ മുടി മുറിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില പരാതികളും പുറത്തു വന്നിരുന്നു. ഈ സലൂണിൽ മുൻപ് പരിശോധനകൾ അടക്കം നടത്തിയിരുന്നു. പോലീസിന്റെ റെയ്ഡ് വരെ മുൻപ് ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഇത്തരത്തിലുള്ള പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും മുംബൈയിലേക്ക് പോകുന്നതും അതിന്റെ തുടർ അന്വേഷണത്തിലേക്ക് കടക്കുന്നതും. രോഹിണി, ശരി, ശിവദാസാണ് വിവരങ്ങൾ നൽകിയത്.